ആദ്യമേ പിസയ്ക്കുള്ള സോസ് റെഡിയാക്കാം. അതിന് ഒരു കുക്കറിലോട്ട് 3-4 തക്കാളി എടുക്കുക, ഉള്ളി ഒരു ഹാഫ്, ബെൽ പെപ്പർ റെഡ് ഹാഫ്, ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത് ഒരെണ്ണം, പിന്നെ വെളുത്തുള്ളിയുടെ അല്ലി 3-4 അല്ലി എടുക്കാം, ഒരു ഹാഫ് കപ്പ് വെള്ളം അതിലോട്ട് ഒഴിക്കുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കുക കുറച്ച്. അതിനുശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ കുക്കർ അടയ്ക്കും. വെച്ച സാധനങ്ങളൊക്കെ വെന്ത് ആറിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മിക്സറിൻ്റെ ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അതിൻ്റെ കൂടെ ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ, മിക്സഡ് ഹെർബ്സ് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മതി, ഓപ്ഷനിലാണ്. അതുണ്ടെങ്കിൽ അതൊരു ഹാഫ് ടീസ്പൂൺ ചേർക്കുക, ഷുഗർ ഹാഫ് ടീസ്പൂൺ. ശേഷം നമുക്കിതെല്ലാം കൂടെ പേസ്റ്റ് ആക്കി എടുക്കാം. പിസയ്ക്കുള്ള ഡോ നമുക്ക് ശരിയാക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ ഓയിൽ, മിക്സഡ് ഹെർബ്സ് ഹാഫ് ടീസ്പൂൺ, ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി ഹാഫ് ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, ഷുഗർ 1 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് 2 ടീസ്പൂൺ, വാം വാട്ടർ 1 കപ്പ്. ഇതെല്ലാം കൂടെ നമ്മൾ 3 കപ്പ് മൈദയിലോട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു 4 to 5 മിനിറ്റ്സ് നമ്മളിത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് മാറണം. അതിന് ശേഷം അത് കവർ ചെയ്ത് ഒരു 1 അവർ നമ്മളത് വെച്ചേക്കണം. അത് നന്നായിട്ട് പൊങ്ങി വരണം. നമുക്ക് അടുത്തതായിട്ട് പിസ്സ ടോപ്പിങ്ങിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 250 ഗ്രാം ചിക്കൻ, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഹാഫ് ടീസ്പൂൺ ജീര പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഹാഫ് ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഹാഫ് ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഹാഫ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, സോൾട്ട് ആവശ്യത്തിന്, കേർഡ് 1 ടീസ്പൂൺ, ലൈം ജ്യൂസ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് അത് വെക്കാം. കളറുള്ള ക്യാപ്സിക്കം ഹാഫ് വെച്ചെടുക്കാം. ഒരു ഒണിയനും കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ബേസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അത് തിൻ ആൻഡ് ഈവൻലി ആയിരിക്കണം. അതിലോട്ട് നേരത്തെ വെച്ചിരിക്കുന്ന സോസ് പുരട്ടി കൊടുക്കാം. അതിൽ പിസ്സ ചീസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ടോപ്പിങ്സിന് വേണ്ടി ആക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിലോട്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്യാൻ വെക്കാം.